ഇപ്പോൾ ശ്രീകണ്ഠൻ ശശിയെ സ്വാഗതം ചെയ്ത് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു. ശ്രീകണ്ഠനും പിന്നെ എം പി രാജേഷും കൂടെ മത്സരിക്കുന്ന സമയത്ത് ശശിക്ക് ആ പാർട്ടിയിലുള്ള എന്നതിൻ്റെ എത്രയോ ഇരട്ടി സ്വാധീനം ആ പാർട്ടിക്കകത്തുണ്ടായിരുന്നു. ശശി ആ സ്വാധീനം മുഴുവൻ രാജേഷിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ച ആളാണ്. അതാണ് ശശിയുടെ രാഷ്ട്രീയം. പി കെ ശശി വിഷയം വലിയ തോതിൽ ചർച്ചയും രാഷ്ട്രീയ വിവാദങ്ങളും ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ എൽ ഡി എഫിലെ പ്രധാന ഘടകകക്ഷി എന്ന നിലയ്ക്ക് സി പി ഐക്ക് എന്താണ് പറയാനുള്ളത് എന്നുകൂടി അറിയണം. സി പി ഐയുടെ പാലക്കാട് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയായ മണികണ്ഠൻ പൊറ്റശ്ശേരിയാണ് എന്നോടൊപ്പം ഉള്ളത്. ഇപ്പോൾ ഈ പി കെ ശശിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ വലിയൊരു പ്രകടനം നടന്നു. അദ്ദേഹത്തെ പൂർണ്ണമായി സി പി എം തള്ളിക്കളയുന്ന രീതിയിലാണ് കാണുന്നത്. ഈ വിവാദങ്ങൾ എങ്ങനെയാണ് സി പി ഐ നോക്കിക്കാണുന്നത്? അതായത് പി കെ ശശി എത്ര വർഷങ്ങളായി പാലക്കാട് ജില്ലയിലെ സി പി എമ്മിൻ്റെ നേതാവായി അറിയപ്പെടുന്ന ആളാണ്. ആൾമോസ്റ്റ് ശശി സി പി എമ്മും അല്ല സി പി ഐയുമല്ല. പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പരിശോധിച്ച ഒരു 1/4 നൂറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ നിലപാടുകൾ ആകത്തുക ഇടതുപക്ഷ വിരുദ്ധമാണ്. അതാണ് ശശിയുടെ പ്രത്യേകത, ഇടതുപക്ഷ വിരുദ്ധമാണ്. അതായത് ഈ കുറേ കാലമായി ഈ സി പി എമ്മും സി പി ഐയും നല്ല ബന്ധമാണെങ്കിലും മണ്ണാർക്കാട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിന് പി കെ ശശിയും സി പി ഐയും തമ്മിലുള്ള പ്രശ്നം തന്നെയായിരുന്നു. മണ്ണാർക്കാട് അതാ ഞാൻ പറഞ്ഞത്, ആൾമോസ്റ്റ് ശശി ഇടതുപക്ഷ വിരുദ്ധനാണ്, സി പി എം വിരുദ്ധനാണ്, പിന്നെ സി പി ഐ വിരുദ്ധനാണ്. മണ്ണാർക്കാട് അസംബ്ലി മണ്ഡലത്തിൽ കഴിഞ്ഞ 3 ടേമായിട്ട് സി പി ഐ പരാജയപ്പെടുന്നുണ്ട്. ആ പരാജയപ്പെടുന്നതിൽ രാഷ്ട്രീയ കാര്യങ്ങൾക്കുമൊപ്പം ശശിയുടെ സി പി ഐ വിരുദ്ധ നിലപാട് ഇതിലൊരു പ്രധാന കാരണമാണ്. പ്രാദേശികമായി സി പി ഐയുടെ പ്രവർത്തകരെയും സി പി എമ്മിൻ്റെ പ്രവർത്തകരെയും തമ്മിൽ അകറ്റുക എന്നത് രാഷ്ട്രീയ ഒരു കുതന്ത്രം ആയി ശശി കുറേ കാലമായി കൊണ്ടുകിടക്കുക. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെടുക്കും, സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലെടുക്കും, നിയമസഭാ തെരഞ്ഞെടുപ്പിലെടുക്കും. ഇത് നിരന്തരമായി തുടരുകയായിരുന്നു. ഈ വിഷയം സി പി എമ്മിന് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത്. ഞങ്ങളിത് വർഷങ്ങളായിട്ട് ഈ വിഷയം പറയാറുള്ളതാണ്. പക്ഷേ അന്ന് ശശിയെ തിരുത്താൻ സി പി എമ്മിന് കഴിയാതെ പോയി. ഇപ്പോൾ അവർക്കത് ബോധ്യപ്പെട്ടു. ഇപ്പോൾ ശ്രീകണ്ഠൻ ശശിയെ സ്വാഗതം ചെയ്ത് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു. ശ്രീകണ്ഠനും പിന്നെ എം പി രാജേഷും കൂടെ മത്സരിക്കുന്ന സമയത്ത് ശശിക്ക് ആ പാർട്ടിയിലുള്ള എന്നതിൻ്റെ എത്രയോ ഇരട്ടി സ്വാധീനം ആ പാർട്ടിക്കകത്തുണ്ടായിരുന്നു. ശശി ആ സ്വാധീനം മുഴുവൻ രാജേഷിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ച ആളാണ്. അതാണ് ശശിയുടെ രാഷ്ട്രീയം. തനിക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കുക, തൻ്റെ കാര്യങ്ങൾ താൻ ആഗ്രഹിച്ചതുപോലെ പോവുക. അതിനപ്പുറം ശശിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ 1/4 നൂറ്റാണ്ട് കാലത്തൊരു പൊതു രാഷ്ട്രീയ നിലപാട് പരിശോധിച്ചാൽ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് അനുകൂലമല്ല, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പ്രൊമോട്ടറാണ് ശശി. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ശശിക്ക് ഈ കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ലീഗുമായി വളരെ സൗഹൃദത്തിൽ പോകുന്നു അദ്ദേഹം. മണ്ണാർക്കാട് മണ്ഡലത്തിലെ മണ്ണാർക്കാട് മണ്ഡലത്തിൻ്റെ പരിധിയാണ് കാഞ്ഞിരപ്പുഴയിലെ 2 സി പി എം പ്രവർത്തകർ, പള്ളത്ത് ഹംസു നൂറുദ്ദീൻ, അബ്ദുൽ ഗഫൂർ കുമരമ്പത്തൂർ, ഈ 3 ആളുകളെ കൊലപ്പെടുത്തിയതിൽ മുഖ്യ ആരോപണ വിധേയരും ശിക്ഷിക്കപ്പെട്ട ആളുകളൊക്കെ ലീഗാണ്. ശശി ആ പാർട്ടിയുടെ ഒരു നേതാവാണെങ്കിൽ, ആ ഒരു രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ മനസ്സ് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ഈ രക്തസാക്ഷികളുടെ കുടുംബത്തോടെങ്കിലും അദ്ദേഹം നീതി പുലർത്തണ്ടേ? ലീഗിനെ ഇങ്ങനെ വാഴ്ത്തിപ്പാട്ട് പാടാനും ലീഗ് ശരിയാണ്, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ മഹത്വവൽക്കരിക്കാനും ഒക്കെ പോകാൻ പാടുമോ? അതായത് ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ ഇത്രയാണ്, ശശിയുടെ ഉള്ളിലൊരു കമ്മ്യൂണിസ്റ്റ് ആശയമോ രാഷ്ട്രീയ ബോധമോ ഇല്ല എന്നതാണ് വീണ്ടും ഞാൻ ആവർത്തിക്കുന്ന 1/4 നൂറ്റാണ്ട് കാലത്തെ അനുഭവം. പക്ഷേ ഇപ്പോഴാണ് ഈ പി കെ ശശി മണ്ണാർക്കാട്ടുകാർക്കും ഈ പാലക്കാട് ജില്ലയിലെ സി പി എമ്മുകാർക്കും ഒരു ശത്രുവായത്. പക്ഷേ ഇത്രയും കാലം മണ്ണാർക്കാട്ട് സി പി എമ്മിൻ്റെ അവസാന വാക്കായിരുന്നല്ലോ പി കെ ശശി. അതെ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ഈ വിഷയങ്ങൾ നിരന്തരമായി LDF സംവിധാനത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളാണ്. ഞങ്ങൾ ഇൻറ്റേണലായിട്ട് LDF യോഗത്തിലും ഉഭയകക്ഷി ചർച്ചകളിലൊക്കെ നിരന്തരമായി ഞങ്ങളുടെ പാർട്ടി ലീഡർഷിപ്പ് അവരെ ബോധ്യപ്പെടുത്തിയിരുന്നു. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ അവർക്ക് ശശിയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത് സി പി ഐക്കാരൊക്കെയല്ലേ അടി. പക്ഷെ ഇപ്പോൾ സി പി എമ്മിന് തന്നെ ശശിയുടെ ഭാഗത്തു നിന്ന് അടി കിട്ടാൻ തുടങ്ങിയപ്പോൾ അവർക്കിപ്പോൾ കാര്യങ്ങൾ ബോധ്യമായി, ശശിയുടെ നിലപാടുകൾ ബോധ്യമായി. അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്, സി പി എം വിരുദ്ധമാണ്, സി പി ഐ വിരുദ്ധമാണ് എന്ന് അവർക്കിപ്പോൾ ബോധ്യമായി. ഇപ്പോൾ ഇതിൽ ബഹുണ്ടാകുന്നില്ലേ ശശിയും ലീഗും തമ്മിലുള്ള അലയൻസിൻ്റെ മറ്റൊരു കാര്യം, ഇപ്പോൾ കേരളത്തിൽ തന്നെ പാലക്കാട് ജില്ലയിൽ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിച്ച് പോന്നിരുന്ന ഒരു ബാങ്കാണ് അരിയൂർ സർവീസ് സഹകരണ ബാങ്ക്. ആ ബാങ്ക് പൂട്ടി. ആ പൂട്ടുന്നതിന് കാരണം എന്താ? 5 വർഷം മുമ്പ് ഞങ്ങളവിടെ ഒരു സമരം നടത്തിയിട്ട് പറഞ്ഞു, ഈ വിഷയത്തിൽ ബാങ്കിൽ നടക്കുന്ന കാര്യങ്ങൾ
വളരെ അപകടകരമായ സ്ഥിതിയിലേക്ക് പോവുകയാണ്. ഈ ബാങ്ക് ഒരു ധനകാര്യ സ്ഥാപനമാണ്. പാവപ്പെട്ട ആളുകളുടെ ആശാകേന്ദ്രമാണ് ഈ സഹകരണ സ്ഥാപനങ്ങൾ. അതിനെ നശിപ്പിക്കരുത് പറഞ്ഞു. അപ്പോൾ അവർ ഈ അന്നത്തെ പ്രസിഡന്റ് സിദ്ദിഖ് ഉൾപ്പെടെയുള്ള അന്നത്തെ ഭരണസമിതി വലിയ തോതിൽ ആ ബാങ്കിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. ഞങ്ങൾ സമരം ചെയ്തപ്പോൾ ഞങ്ങളെ പുച്ഛിക്കാനാണ് ശശി മെനക്കെട്ടത്. CPIക്കാർ വിവരമില്ലാത്തവരല്ലേ, അവരെന്ത് പറഞ്ഞോട്ടെ, ആ ബാങ്കിനൊന്നും ഒരു കുഴപ്പമില്ല പറഞ്ഞു. 5 വർഷം മുമ്പ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച കാര്യം ഇപ്പോൾ യാഥാർത്ഥ്യമായി. അന്ന് ഈ ബാങ്കിൽ നടക്കുന്ന എല്ലാ കൊള്ളയ്ക്കും കൂട്ടി ശശിയായിരുന്നു. ഈ LDF യോഗങ്ങളിൽ ഈ PK ശശിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതായത് ഈ CPIയുടെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കുമ്പോഴും CPM നേതാക്കൾക്ക് ഇത് മനസ്സിലാവാനിട്ടാണോ അതോ അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടാണോ? CPM നേതൃത്വത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് വരാൻ കുറച്ച് സമയമായിരുന്നേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു. ഞങ്ങളിത് 10, 15, 20 കൊല്ലമായിട്ട് നിരന്തരം പറയുന്ന കാര്യങ്ങളാണ്. മണ്ണാർക്കാട് ഷൊർണൂരിൽ അദ്ദേഹം മത്സരിക്കാൻ പോയപ്പോൾ മണ്ണാർക്കാട് വെച്ച് ഡീലായിരുന്നു. ഇതൊക്കെ ഞങ്ങൾക്കുടെ ശ്രദ്ധപ്പെടുകയും ഞങ്ങൾക്ക് യഥാസമയം ആ വിവരങ്ങൾ ബന്ധപ്പെട്ട ഞങ്ങളിങ്ങനെ പരസ്യമായി പറയാൻ പാടില്ല, രാഷ്ട്രീയമായിട്ട് പറയേണ്ടത് LDF സംവിധാനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ പറഞ്ഞിരുന്നു. ഞങ്ങൾ പറഞ്ഞത് അന്ന് ബോധ്യമായില്ല CPM നേതൃത്വത്തിന്, ഇപ്പോൾ അത് ബോധ്യമായി. അത് ആ പാർട്ടിയുടെ തന്നെ, അത് ഞാൻ പറഞ്ഞത്, രാജേഷിനെ തോൽപ്പിക്കുക എന്ന് പറയുന്ന CPMൻ്റെ സ്ഥാനാർത്ഥിയല്ലേ, CPIക്കാരെ മാത്രമല്ല രാജേഷിനെ തോൽപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കല്ലേ. മണ്ണാർക്കാട് മുസ്ലിം ലീഗും CPIയും മത്സരിക്കുന്നത്. അങ്ങനെ മത്സരിക്കുമ്പോൾ ലീഗ് അനുകൂലമായ നിലപാട് പലപ്പോഴും സ്വീകരിച്ചു പോരുന്നു എന്നത് വളരെ ഗൗരവമുള്ളൊരു വിഷയമായിരുന്നു. രാഷ്ട്രീയ നിലപാടുകൾക്ക് LDFൻ്റെ പൊതു രാഷ്ട്രീയ നിലപാടുകളോട് യോജിക്കുന്ന നിലപാടല്ല കഴിഞ്ഞ 25 വർഷമായി ശശി സ്വീകരിച്ചു പോരുന്നത്. ഈ VK ശ്രീകണ്ഠന് 30,000 വോട്ടിലധികം ലീഡാണ് മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്ന് മാത്രം. 32,000 വോട്ടിൻ്റെ ലീഡാണ് അന്നുണ്ടായിരുന്നത്. അത് എല്ലാവരും ഭയങ്കര അത്ഭുതത്തോടെ കണ്ടിരുന്നു. അത് ഈ CPMൻ്റെ വോട്ട് വലിയ തോതിൽ അങ്ങോട്ട് ശ്രീകണ്ഠന് കോൺഗ്രസിന് ചോർത്തിക്കൊടുത്തതാണോ? ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. കാരണം കേരളത്തിൽ MP രാജേഷും VK ശ്രീകണ്ഠനും മത്സരിച്ച ആ സമയത്ത് 100% രാജേഷിൻ്റെ തോൽവിക്ക് വേണ്ട കരുക്കൾ നീക്കിയതെല്ലാം ശശി തന്നെയാണ്. പ്രാദേശികമായി മണ്ണാർക്കാട് ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലെയും കാഞ്ഞിരപ്പുഴ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിൽ, എനിക്ക് കാഞ്ഞിരപ്പുഴ ഞാനന്ന് പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, എനിക്കിത് നേരിട്ട് ബോധ്യമാണ്. ഇവർ പല ബൂത്തുകളിലും ശശിയുമായി ബന്ധമുള്ള ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി, സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരു വാക്ക് പോലും പറയുന്നില്ല. അതൊക്കെ നമുക്ക് ബോധ്യമാണെന്ന്. നമ്മൾ ഈ വിഷയങ്ങളൊക്കെ അതത് സമയത്ത് ബന്ധപ്പെട്ട ആളുകളെ അറിയിച്ചിട്ടുണ്ട്, അതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ അത് അവർ പാർട്ടിയുടെ ആഭ്യന്തര വിഷയം ആയതുകൊണ്ട് അങ്ങനെ പോട്ടെ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, 1/4 നൂറ്റാണ്ട് കാലമായിട്ടുള്ള എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അനുഭവത്തിൽ ശശിയെ ഒരു ഇടതുപക്ഷക്കാരനായിട്ട് കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിലൂടെ ഈ ശശിയെ തമ്പുരാനെന്നും മാടമ്പി എന്നുള്ളതൊക്കെ വിളിച്ചത് CPIയുടെ നേതാക്കളാണ്. ഇന്നലെ ആ പരിപാടിയിൽ ഈ ആർഷോയെ പോലുള്ള യുവ നേതാക്കൾ കൂടി അത് ഏത് തമ്പുരാനാണെങ്കിലും പ്രശ്നമില്ല എന്ന് പറയുന്നു. അപ്പം നിങ്ങൾ ഈ നേരത്തെ വിളിച്ച തമ്പുരാൻ, അദ്ദേഹത്തിൻ്റെ ഒരു തമ്പുരാൻ ഭാവം ഇപ്പോൾ അവർ തിരിച്ചറിഞ്ഞു എന്നാണോ? ഞങ്ങൾ അദ്ദേഹത്തിന് നൽകിയ വിശേഷണങ്ങൾ അത് ശരിയായിരുന്നു എന്നിപ്പോൾ ബോധ്യമായില്ലേ. അന്ന് ഞങ്ങൾ മാത്രമേ പറയാണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ CPMൻ്റെ പ്രവർത്തകർക്ക്, നേതാക്കൾക്ക് ഇക്കാര്യം പൂർണ്ണമായി ബോധ്യപ്പെട്ടു. ഇത് മുമ്പ് ചെയ്തിരുന്നെങ്കിൽ മണ്ണാർക്കാടും പാലക്കാട് ജില്ലയിലൊക്കെ ഇടതുപക്ഷ രാഷ്ട്രീയം ഒന്നുകൂടി കരുത്തായി വളരുമായിരുന്നു. മണ്ണാർക്കാട് അങ്ങനെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജയിക്കില്ല. കാരണം ഞാൻ ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലും പറയാം, പൊതുവെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ട്രെൻഡാണ്. മണ്ണാർക്കാടിന് തൊട്ടപ്പുറത്ത പെരിന്തൽമണ്ണ അസംബ്ലി മണ്ഡലം 300 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഇടതുപക്ഷം ജനാധിപത്യ മുന്നണി വരുന്നത്. തൊട്ടപ്പുറത്ത് ഒറ്റപ്പാലം മണ്ഡലം LDF ജയിച്ചു, തൊട്ടപ്പുറം കോങ്ങാട് മണ്ഡലം LDF ജയിച്ചു. ഇതൊക്കെ സർക്കിൾ ചെയ്ത് കിടക്കുന്ന, അതായത് മറ്റ് പരിസരങ്ങളിലെ 3 മണ്ഡലങ്ങളിലും ഉണ്ടായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തിന് അനുകൂലമായി വന്ന ആ ഒരു വോട്ടിംഗ് പാറ്റേൺ മണ്ണാർക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഉണ്ടാവുന്നില്ല. പാലക്കാട് UDFനെ ശ്രീകണ്ഠൻ്റെ 2ാം തവണയും ജയിക്കാൻ അവസരമൊരുക്കുന്നതിൽ ശശിക്കൊരു നിർണായക പങ്കുണ്ടായിരുന്നു എന്നതാണ് ശശിയുടെയും ശ്രീകണ്ഠൻ്റെയും സംഭാഷണങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യമാവുക. ഇപ്പോൾ ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിൽ വ്യക്തതയില്ല. അദ്ദേഹം ഇപ്പോൾ UDFൻ്റെ ഭാഗമായി മാറുകയാണെങ്കിൽ ഈ CPMൻ്റെ കുറേ പ്രവർത്തകർ അദ്ദേഹത്തോടൊപ്പം പോകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? മണ്ണാർക്കാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ ഒരു കെട്ടാണ്. CPMനകത്തോ CPIക്കകത്തോ യാതൊരു തർക്കമില്ല.
ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് രാഷ്ട്രീയമായ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുന്നത്. ശശിയെ ഞങ്ങളിതിലൊരു വലിയ ഘടകമായി കാണുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിനെ നേരിടും. അതിപ്പോൾ പറയാൻ പറ്റൂ. അതിനപ്പുറം ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് കൂറില്ലാത്ത ആളുകളുണ്ട്. അതാ ഞാൻ പറഞ്ഞ ശശി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ചെയ്ത പണി അതിപ്പോൾ പരസ്യമാവുന്നേ ഉള്ളൂ. മറ്റ് രഹസ്യമായി ചെയ്യും, ഇപ്പോൾ അത് പരസ്യമായി ചെയ്യും. അതിനപ്പുറം പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ അദ്ദേഹം എന്തായാലും ഈ കുറേ ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന നേതാവാണ്. ആ നിലയ്ക്ക് അദ്ദേഹവുമായി ഒരു CPM നേതൃത്വം ചർച്ച നടത്തി അദ്ദേഹത്തെ LDFന്റെ ഭാഗമായി തന്നെ CPMന്റെ ഭാഗമായി തന്നെ പിടിച്ചു നിർത്തണമെന്ന് CPI ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, ഞങ്ങളെ അവരുടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടാൻ ഇപ്പോൾ പോകുന്നില്ല. അത് അവർ ചെയ്യട്ടെ. CPMൻ്റെ ജില്ലാ സെക്രട്ടറി ഇന്നലെ സഖാവ് സുരേഷ് ബാബു ഇന്നലെ വളരെ വ്യക്തമായി പിന്നെ CPMൻ്റെ രാഷ്ട്രീയ നിലപാട് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ മാധ്യമങ്ങൾ പൊതുവെ ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിക്കുന്നതിൽ ഒരു CPIക്കെതിരാണെങ്കിലും CPMനെതിരാണെങ്കിലും ആരെങ്കിലും സംസാരിക്കുമ്പോൾ അവരങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യും. ആ പ്രൊമോഷനാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനപ്പുറം വസ്തുതാപരമായിട്ടൊരു കാര്യമില്ല. ശശി തന്നെ നേരിട്ട് ഇറങ്ങിയ ചില പിന്നെ മുനിസിപ്പൽ വാർഡുകളുണ്ട്, ചില പഞ്ചായത്ത് വാർഡുകളുണ്ട് മണ്ണാർക്കാട്. ശശിക്ക് അത്ര ആധിപത്യവും അങ്ങനെ ആളുകളൊക്കെ പിടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവിടെ CPMൻ്റെ സ്ഥാനാർത്ഥികൾ ജയിക്കണമായിരുന്നു. ജയിച്ചില്ല. അപ്പോൾ അതിനർത്ഥം വേറെ ചില കൊക്കക്കണീസ് ഉണ്ടാക്കാമെന്നല്ലാതെ പൊതുരാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തൊരു ഭിന്നിപ്പുണ്ടാക്കാൻ ഇനി ശശിക്ക് കഴിയില്ല. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്നതടക്കം ഈ ചർച്ചയാകും. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.